ഈ ഒരു ഇന്ത്യയിലുള്ളൊരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ അമേരിക്കൻ കമ്പനികൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദ റീസൺ വൈ ടു കൊമേഴ്സ് വാസ് ഇന്ത്യയിൽ അത്രയും US കമ്പനീസ് ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. ആൻഡ് മൂവിങ് ഓൺ, അടുത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഒരു ഫാക്കൽറ്റി എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? EA ആൻഡ് US CPA പഠിപ്പിച്ചത് കൊണ്ടുള്ള എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഒരു ഡൗട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു US പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കാൻ ഏറ്റവും യോഗ്യത ഉള്ളത് ഒരു US പ്രൊഫഷണൽ ക്രെഡൻഷ്യൽ ഉള്ള ഒരാൾക്കാണ്. ഒരു US CPA കാരന് തന്നെയാണ് ഒരു US CPA കാൻഡിഡേറ്റിനെ പഠിപ്പിക്കാൻ കുറച്ചുകൂടെ എലിജിബിൾ ആയിട്ടുള്ളത്. ഹൗ ഡു യു ഫീൽ? ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കരിയറായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചോദ്യമായിരുന്നു ടെസ്റ്റിലിട്ട് ചോദിച്ചത്. സോ ഇഫ് യു ആസ്ക് മീ, കരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് അവർ എഡ്യൂക്കേഷൻ ജേർണി തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. സോ ഞാനിപ്പോൾ CAക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ ACCA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ആദ്യത്തെ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയായിരുന്നു. സോ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ACCAയുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ പേപ്പറായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് വാസ് 9 years ബാക്ക്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെക്കേഡ് നൗ. ആൻഡ് കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഞാനിപ്പോൾ EAയും CPAയും ACCAയും CAയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഐ തിങ്ക് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹാവ് ഇൻറ്ററാക്ഷൻസ് വിത്ത് ഓവർ 600 സ്റ്റുഡൻസ്. സോ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ക്രെഡൻഷ്യൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒന്ന്, നമ്മൾ ആ ക്വാളിഫിക്കേഷൻ, ആ ഒരു ജേർണി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികളെ നമുക്ക് ആ വഴിയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നമ്മളെപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ലൈക്ക് സ്പ്രെഡിങ് ലൈറ്റ്. സോ ഇപ്പോൾ നമ്മളൊരു ഫിലോസഫിയുടെയൊക്കെ കാര്യങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ലൈക്ക് എ ബേണിങ് ക്യാൻഡിൽ. സോ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പോയ ജേർണി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ ആ വഴിയിലൂടെ നമ്മൾ വഴിതെളിച്ച് കൊണ്ടുപോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി നീഡ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ജേർണി, ഓൺലി ദെൻ വി ക്യാൻ ആക്ച്വലി ഗൈഡ് അവർ സ്റ്റുഡൻസ്, റൈറ്റ്? അപ്പോൾ ക്രെഡൻഷ്യൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എൻ്റെ ടീച്ചിങ് കരിയറിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം തന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ആസ് എ ഫാക്കൽറ്റി ഓർ ആസ് എ ടീച്ചർ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ഗ്രൂമിങ് ദെയർ മൈൻഡ്സ്. ബിക്കോസ് ഇപ്പം ആസ് ദി ഓൾഡ് ഫിലോസഫി ഗോസ്, മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്ന പോലെ തന്നെ, once the parents have played their role, then it is up to the teachers to show them the right path. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് നേടിക്കഴിഞ്ഞ് കുട്ടികളെ ആ ഒരു ക്വാളിഫിക്കേഷൻസിലോട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് ദേ ഗ്രൂം ദംസെൽസ്. വി ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു ബിക്കം എ പ്രൊഫഷണൽ. എവറി പീപ്പിൾ ഓർ എവറി പേഴ്സൺ ഹാസ് എ പ്രൊഫഷണൽ വിത്തിൻ ഹിം, ആൻഡ് it can only be understood or it can only be sculptured by a person who knows that knowledge. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെ പരമാവധി ആ ഒരു പ്രൊഫഷനാക്കി എടുക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ നോളജ് നമുക്ക് എന്തോന്നാലും സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമുക്ക് അറിവുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത്സും വീക്ക്നെസ്സൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഗ്രൂം ചെയ്ത് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വാട്ട് ഐ ഹാവ് ഓൾവേസ് എൻഡീവേർഡ് വാസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഐഡൻറ്റിഫൈ ദെയർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് ആൻഡ് ദെൻ ഹെൽപ്പ് ദം ബിക്കം എ ട്രൂ പ്രൊഫഷണൽ. സോ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അത് ജോലിയായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രമല്ല. നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. കാരണം ക്വാളിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇസ് ദി പേഴ്സൺ. സോ നമ്മൾ ലൈഫിൽ ഏതൊരു പെർട്ടിക്കുലർ മേഖലയിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിലും നമ്മൾ പരമാവധി കുട്ടികളെ അവരുടെ ആ ഒരു ഹൈ ക്വാളിറ്റി ഓഫ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇഫ് യു ആസ്ക് മീ വാട്ട് ഐ എം ട്രൈയിങ് ടു അച്ചീവ് ആസ് എ ഫാക്കൽറ്റി, ഇറ്റ് ഈസ് ഓൾവേസ് ഹെൽപ്പിംഗ് മൈ സ്റ്റുഡൻസ് ടു ബിക്കം എ ട്രൂ പ്രൊഫഷണൽ. Not only a commerce professional, but also a true professional in managing their whole life. So ലൈഫിലാണെങ്കിലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ
ഒരു ക്വാളിറ്റി ഓഫ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സർ. സർ, ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലായ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സർ ഓൾറെഡി പ്രെപ്ക്യൂവിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആൻഡ് ഫ്രം ദ വെരി ബിഗിനിങ് യു ആർ ദെയർ, അതുപോലെ തന്നെ അക്കാഡമിക് ഹെഡും കൂടെയാണ്. അപ്പം സാർ ഒന്ന് പറയാമോ, എങ്ങനെയാണ് പ്രെപ്ക്യൂ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ദെയർ പ്രൊഫഷണൽ കരിയറിലും പ്രൊഫഷണൽ ഗ്രോത്തിലും? സോ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്? ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടികളെ ഗ്രൂം ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ടു ബി ട്രൂ പ്രൊഫഷണൽസ്. സോ ഞാൻ CPA പാസ്സായതിനു ശേഷം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രെപ്ക്യൂവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി എ പാർട്ട് ഓഫ് ടീം പ്രെപ്ക്യൂ റൈറ്റ് ഫ്രം ഹിസ് ഇൻസെപ്ഷൻ. സോ 2021 പ്രെപ്ക്യൂ ആസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ തുടക്കത്തിൽ EA ക്ലാസ്സസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ CPAയുടെ ക്ലാസ്സസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് ബീൻ 4 years ഓൾമോസ്റ്റ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ US ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലില്ലാത്തൊരു സമയമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് EAനെ പറ്റിയിട്ടോ CPAനെ പറ്റിയിട്ടോ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല. ബട്ട് യെറ്റ് കുട്ടികൾ അവസരങ്ങളെ പറ്റി കൂടുതൽ തിരിച്ചറിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയായിരുന്നു പ്രെപ്ക്യൂയുടെ സ്റ്റുഡൻസിൻ്റെ ഒരു വരവെന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ US റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ദിസ് ഇസ് ആക്ച്വലി ആൻ അൺഎക്സ്പ്ലോർഡ് പാർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് അത്രയ്ക്ക് പരിചയമില്ല, എന്നാൽ അനവധി അവസരങ്ങൾ കിട്ടുന്ന ഒരു മേഖലയും കൂടിയാണ് എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് ഒരു അവയർനെസ് പോലെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ വാട്ട് പ്രെപ്ക്യൂ ഈസ് ട്രൈയിങ് ടു അച്ചീവ് ഇസ് ക്രിയേറ്റിംഗ് ട്രൂ പ്രൊഫഷണൽസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ക്ലാസ്സിൻ്റെ സമയത്താണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും വി ഓൾവേസ് ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു എ പ്രൊഫഷണൽ. സോ ക്ലാസ്സസ് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇപ്പം ഇഫ് യു ആസ്ക് മീ US ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ ആൻഡ് നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് സിനാരിയോ നമ്മളൊന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊരു ലോ ഓഫ് എക്കണോമിക്സ് പോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിലും വരുന്നുണ്ടാവും. സോ നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ 3 പ്ലെയേഴ്സാണ് വരുന്നത്. ഒന്ന് എംപ്ലോയർ, 2 എംപ്ലോയി, മൂന്നാമത്തെ പ്ലെയർ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. സോ നമ്മൾ ആ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴേക്കും ഈ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി ഏത് പെർട്ടിക്കുലർ മേഖലയിലാണെങ്കിലും സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അവിടെ എംപ്ലോയ്മെൻറ്റ് ഡിമാൻഡ് കുറവായിരിക്കും. സോ അപ്ലൈയിങ് ഇറ്റ് ഇൻ ടു എ പ്രാക്ടിക്കൽ കോണ്ടെക്സ്റ്റ് നമ്മുടെ നാട്ടിലിപ്പോൾ ഓരോ കുട്ടികളും വിദ്യാഭ്യാസം നേടുന്ന അളവ് കൂടിക്കൊണ്ടിരിക്കുക. സോ സിൻസ് ഇൻഡിപെൻഡൻസ് ഓരോ 10-12 വർഷം കഴിയുന്തോറും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ നേടുന്ന വിദ്യാഭ്യാസം ലിറ്ററേച്ചർ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് എ ലോട്ട് ഓഫ് ഗ്രാജുവേറ്റ്സ്, വി ഹാവ് എ ലോട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, വി ഓൾസോ ഹാവ് എ ലോട്ട് ഓഫ് പ്രൊഫഷണൽസ്. സോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഫ്രീഡം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിലോട്ടൊക്കെ പോകാറുണ്ട്. സോ ടു പുട്ട് ഇറ്റ് ഇൻ സിമ്പിൾ ടേംസ്, എഡ്യൂക്കേഷൻ നേടുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക. സോ എഡ്യൂക്കേഷൻ നേടുന്ന ആൾക്കാരുടെ സപ്ലൈ കൂടിക്കൊണ്ടേയിരിക്കുക. സോ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് സിനാരിയോയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും എംപ്ലോയേഴ്സിന് എപ്പോഴും പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ദേ ഹാവ് എ ലോട്ട് ഓഫ് സപ്ലൈ. ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന കുട്ടികളുടെ എണ്ണം വരെ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ എംപ്ലോയേഴ്സിന് കുറച്ചുകൂടി പിക്ക് ചെയ്യാനായിട്ട് വളരെ വലിയൊരു റിസോഴ്സ് പൂൾ അവൈലബിളാണ്. സോ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രൂം ചെയ്ത് വിടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഫാക്ടറിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് 2 കാര്യങ്ങളുടെ അല്ലെങ്കിൽ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അവർ നേടുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. 2, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തേത്, അവർക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. സോ in order to differentiate yourself from your other people who are with you in the interview, definitely you should either have a different qualification or a higher qualification, or you should have a completely unique set of skills, or you should have necessary experience. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ
ഫ്രഷേഴ്സാണ് അവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്പീരിയൻസും ഉണ്ടാവില്ല, ന്യൂ സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആർ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പേഴ്സ്യൂ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലാണ്. പക്ഷേ പാസ്സായി വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. കാരണം ഇപ്പോൾ CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ ഇന്ത്യൻ CMA ഇതിനെല്ലാത്തിനും ഒരു പാസ് പെർസെൻറ്റേജ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പേഴ്സ്യൂ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിലും പാസ്സായി വരുന്ന കുട്ടികളുടെ എണ്ണം റെഗുലേറ്റഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിന് എപ്പോഴും ആ ഒരു ഡിമാൻഡ് സ്ഥിരമായിട്ട് മീറ്റപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നുള്ളത് ഫോറിൻ ക്വാളിഫിക്കേഷൻസാണ്, ലൈക്ക് ACCA ഓർ CMA US. അപ്പോൾ ACCAയും CMA USഉം പേഴ്സ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും കണ്ടീഷൻസ് ഒരു പരിധി കൂടുതൽ അങ്ങനെ വരുന്നില്ല. സോ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ACCAയും CMA US ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം, ദെയർ ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആക്ച്വലി കംപ്ലീറ്റ് ACCA ആൻഡ് CMA US. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസിൻ്റെ ഡിമാൻഡ് ഉണ്ട്, എന്നാൽ വളരെ സുപരിചിതമായിട്ടുള്ള ACCA അല്ലെങ്കിൽ CMA US പോലത്തെ ക്വാളിഫിക്കേഷൻസ് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തുകയും ചെയ്തു. സോ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് കിട്ടുന്ന അതേ റെക്കഗ്നിഷനാണ് മിക്കവാറും ACCAക്കാർക്കും CMA USകാർക്കും കിട്ടുന്നുണ്ടാവുക. ഒബ്വിയസ്ലി അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കരിയർ കിക്ക് സ്റ്റാർട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷേ സപ്ലൈ കൂടുന്നത് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ACCA അല്ലെങ്കിൽ CMA US കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കണ്ടുവരുന്നുണ്ട്. ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആക്ച്വലി പെർസ്യൂയിങ് ആൻഡ് കംപ്ലീറ്റിംഗ് ദീസ് കോഴ്സസ്. അവിടെയാണ് US ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള എൻറോൾഡ് ഏജൻറ്റും CPയും ഇപ്പോൾ കയറി വന്നിരിക്കുന്നത്. സോ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 10-15 വർഷം മുമ്പ് ACCAയും CMA USഉം നിഷ് കോഴ്സസ് ആയിരുന്നു, ഫ്രഷ് കോഴ്സസ് ആയിരുന്നു. അധികം കുട്ടികളൊന്നും പേഴ്സ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പേഴ്സ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു സാച്ചുറേഷൻ എത്തിയത് കൊണ്ട് അവസരങ്ങളുണ്ട്, നല്ല ജോലിയൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷേ സപ്ലൈ കൂടിയതിൻ്റെ ഒരു എഫക്റ്റ് ഈ ക്വാളിഫിക്കേഷൻസിനുണ്ട്. ആ സ്ഥാനത്താണ് USCPയും എൻറോൾഡ് ഏജൻറ്റ് ക്വാളിഫിക്കേഷൻസും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സോ വാട്ട് വി ടെൽ അവർ സ്റ്റുഡൻസ് ഇസ്, ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദി വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് യു ഹാവ്. സോ യു നീഡ് ടു ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ്. അപ്പോൾ CPA അല്ലെങ്കിൽ EA പോലത്തെ ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പ്രചാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കോഴ്സസ് ഇപ്പോൾ നേടുന്ന കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് വേണം ഈ കോഴ്സസ് എല്ലാം തന്നെ പേഴ്സ്യൂ ചെയ്യാനായിട്ട്. സോ വാട്ട് വി ഡു ഇസ്, ആദ്യമേ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് വി ഓൾവേസ് ടെൽ ദം ദി വൈ ആൻസർ. സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും എപ്പോഴും ദി വൈ ക്വസ്റ്റ്യൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാ ഡിസിഷൻസിലും നമ്മളിപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ ടേക്ക് ഇൻ ഹിസ് ഓർ ഹർ ലൈഫ്. സോ അതുകൊണ്ട് തന്നെ വെൽ ഇൻഫോംഡ് ആയിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാനായിട്ട്. സോ വാട്ട് വി ടെൽ ഇസ്, നമ്മുടെ സ്റ്റുഡൻസ് വരുമ്പോഴേക്കും നമ്മളിപ്പോൾ EA കുറിച്ചിട്ടും CPA കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വി മേക്ക് ഷുവർ ദാറ്റ് ദേ നോ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഫ് ദി വൈ ക്വസ്റ്റ്യൻ ഇസ് ആൻസേർഡ് ജസ്റ്റിഫയബിളി, then how answer becomes a lot more simpler. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ അവരോട് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. നമ്മൾ കൺവേർഷൻസ് നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വി ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് വാട്ട് വി എയിം ഇസ് എ പ്രോപ്പർ ഗ്രൂമിങ് ഓഫ് ദി പ്രൊഫഷണൽ. സോ അതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷനും വേണമല്ലോ. നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒരാളെ നമുക്ക് പ്രൊഫഷണൽസ് ആക്കാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ വി ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദി സ്റ്റുഡൻസ് ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ആൻഡ് ഹൗ ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ദെൻ വൺസ് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു പെർസ്യൂ, ദെൻ വാട്ട് വി നോർമലി ഡു ഇസ്, ദെൻ ഈ പറഞ്ഞ പ്രോസസ്സിങ് എല്ലാം തന്നെ കുറച്ചൊരു എളുപ്പമായിരിക്കും. കുട്ടികളോട് പിന്നെ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് EAയിലും CPAയിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്, ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രിപ്പയർ ഫോർ ദി എക്സാമിനേഷൻ. അതിൻ്റെ ആ ടെക്നിക്കൽ സൈഡെല്ലാം തന്നെ ഫാക്കൽറ്റീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ആൻഡ് ഇത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വാട്ട് വി ഡു കീപ്പ് ഇൻ മൈൻഡ് ഇസ് ദി എംപ്ലോയേഴ്സ് റിക്വയർമെൻറ്റ്സ്. സോ ഇവർ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞതിന് ശേഷം ഒബ്വിയസ്ലി ഇവർക്ക് ജോലി കൊടുക്കുന്നത് എംപ്ലോയേഴ്സ്. അപ്പോൾ എംപ്ലോയേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് കൂടി നമ്മൾ ചിന്തിക്കണം. ബിക്കോസ് ക്വാളിറ്റി ഈസ് സംതിങ് ദാറ്റ് കനോട്ട് ബി കോംപ്രമൈസ്ഡ്. വെൻ വി ട്രൈ ടു ക്രിയേറ്റ് പ്രൊഫഷണൽസ്, വി ഷുഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഹാവിങ് എ മിനിമം ക്വാളിറ്റി ഇൻ ദെയർ വർക്ക്, ഇൻ ദെയർ അറ്റയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രൂ പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. സോ ഒരു പേഴ്സണാലിറ്റി കോണ്ടെക്സ്റ്റിലും അവരൊരു പ്രൊഫഷണൽ ആയിരിക്കണം.
സോ അതുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ എത്രത്തോളം സ്കിൽസ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ അവിടെയും നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി നോർമലി ഡു ഇസ്, apart from helping them attain the qualification that they are interested, we also try to set up a career path for them. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ക്യാൻ ടേക്ക് അപ്പ്. ആൻഡ് അവിടെ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ വാട്ട് വി നോർമലി ഡു ഇസ്, അപ്പാർട്ട് ഫ്രം ക്രിയേറ്റിംഗ് പ്രൊഫഷണൽസ്, വി ഓൾസോ ഗിവ് ദം ഡയറക്ഷൻസ് ആസ് ടു വിച്ച് പാത്ത് ദേ ക്യാൻ ചൂസ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദി decision of the student who is actually pursuing the course. അപ്പോൾ കുട്ടികൾ എത്രത്തോളം വെൽ ഇൻഫോംഡ് ആയിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അത്രത്തോളം നമ്മൾ അസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ PrepQ takes care of its students as if they are our students. We are actually treating them as a part of the PrepQ family. നാളെ PrepQ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടേണ്ടത് നമ്മുടെ ക്വാളിറ്റി ഓഫ് പ്രൊഫഷണൽസ് എത്രത്തോളം പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം. സോ ക്വാളിറ്റി ഈസ് അവർ ഡ്രൈവിംഗ് ഫാക്ടർ വെൻ ഇറ്റ് കംസ് ടു അവർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ്പെക്ട്, ഐ വുഡ് സേ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന എൻക്വയറീസിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതും ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. സോ apart from making them a qualified professional, we also try to we try to build or create a new or true professional within them. So that is our driving factor mainly. We are actually trying to introduce an employment readiness program. We had been doing it, but we are actually trying to inculcate it as part of our curriculum as well, so that the students are actually benefiting out of it. So അങ്ങനെ ഒരു employment readiness program കൂടി നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. ഇപ്പം നമുക്ക് എന്തായാലും ഒരു കരിയർ പാത്തും PrepQ എങ്ങനെ കുട്ടികളെ ഗ്രൂം ചെയ്യുന്നതൊക്കെ വളരെ ക്ലിയർ ആണ്. സർ, എനിക്കൊരു കാര്യം ഡൗട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ഹയറിംഗ് കമ്പനീസ് ഉണ്ടാകും ഒരു EA CPA ആയി കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും ഈ ഒരു കാൻഡിഡേറ്റ്സിനെ, ഈ ഒരു സ്റ്റുഡൻസിനെ, പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ പോകുന്നത്? ഇപ്പം US CPAയുടെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും ഏത് സെഗ്മെൻറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ദേ ക്യാൻ ഡു ദാറ്റ്. ഓഡിറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ടാക്സേഷൻ കൺസൾട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണറായിട്ടോ വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും US CPAസിന് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എൻറോൾഡ് ഏജൻസിൻ്റെ കേസിൽ അവർക്ക് കുറച്ചുകൂടി ടാക്സേഷൻ സ്പെസിഫിക് ആയിട്ടാണ് അവരുടെ ജോലികൾ വരുന്നുണ്ടാവുക. സോ US ടാക്സ് ഇൻഡസ്ട്രിയിൽ ഉള്ള എംപ്ലോയേഴ്സ് ആയിരിക്കും അവരെ ഹയർ ചെയ്യുന്നുണ്ടാവുക. സോ ഇഫ് യു ആസ്ക് മീ, മൾട്ടിനാഷണൽ കമ്പനികളിൽ, അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലായിടത്തും US CPAസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് മൾട്ടിനാഷണൽ കമ്പനികൾ ഗ്ലോബൽ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ വൺസ് എ പേഴ്സൺ ഹാസ് കംപ്ലീറ്റഡ് ആൻഡ് അറ്റെയിൻ ദി ലൈസൻസ് ആസ് എ US CPA, അവർക്ക് എല്ലാ രാജ്യങ്ങളിലും ചെന്ന് ചിലപ്പോൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വരെ ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടിയെന്ന് വന്നേക്കാം. ഇഫ് ഇറ്റ് when it comes to enrolled agent qualification, US ടാക്സ് ഇൻഡസ്ട്രിയിലുള്ള പ്രോമിനൻറ്റ് എംപ്ലോയേഴ്സ് ആണ് മിക്കവാറും ഹയർ ചെയ്യുന്നുണ്ടാവുക. So to name a few, ഇപ്പോൾ Big Four accounting firms like Ernst & Young, KPMG, Deloitte, അതേപോലെ തന്നെ PricewaterhouseCoopers, കുറച്ചുകൂടി കൂടുതൽ എംപ്ലോയേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ BDO, അതുപോലെ തന്നെ ഗ്രാൻഡ് തോൺടൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്. സോ ഈ കമ്പനികൾ പ്ലസ് ദർ ആർ എ ലോട്ട് ഓഫ് അതർ കമ്പനീസ് ആസ് വെൽ. ഇപ്പോൾ Big Six എന്ന് പറയുന്നത് അല്ലെങ്കിൽ Big Four accounting firms എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് തന്നെയാണ്, ബട്ട് ദേ ആർ സ്പെസിഫൈഡ് ഇൻ അക്കൗണ്ടിങ് ആൻഡ് റിലേറ്റഡ് ഫൈനാൻഷ്യൽ സർവീസസ്. അപ്പം ടാക്സ് സർവീസസ് വരുന്നുണ്ടാവും, കൺസൾട്ടിങ് സർവീസസ് ഉണ്ടാവും, അക്കൗണ്ടിങ് സർവീസസ് കൊടുക്കുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഗ്ലോബൽ ഫേംസിനെയാണ് Big Four accounting firms എന്ന് പറയുന്നത്. Big Four firms had been in existence in India for at least the last 2 decades. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒരുപാട് ടാക്സ് ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് അഫിനിറ്റി അല്ലെങ്കിൽ H&R Block, അതല്ലെങ്കിൽ RSM, ഇത്തരത്തിലുള്ള പല കമ്പനികളും ഇന്ത്യയിൽ ഓഫീസസ് തുടങ്ങുന്നുണ്ട്. അമേരിക്കയിലുള്ള പല മിഡ് സൈസ് CPA ഫേംസും ഇന്ത്യയിലോട്ട് ഓഫീസായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മോസ് ആഡംസ് അല്ലെങ്കിൽ വിതം സ്മിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ വർക്ക് ടേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലേബർ ഇല്ല.
ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. പക്ഷേ US ടാക്സേഷനിൽ നോളജ് ഉള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അവിടെ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് വളരെ രൂക്ഷമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈവൻ ഇഫ് എ സ്റ്റുഡൻറ്റ് ഇസ് ആക്ച്വലി പേഴ്സിങ് ദി കോഴ്സ്, ദീസ് എംപ്ലോയേഴ്സ് ആർ റെഡി ടു ഹയർ ദം അറ്റ് ഹയർ പെർക്സ് കമ്പയർഡ് ടു എ നോർമൽ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും എംപ്ലോയേഴ്സ് ഉണ്ട്. ആൻഡ് പ്രെപ്ക്യൂ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് ടൈപ്പ് ചെയ്തിട്ടും കോഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ വി ആർ ആക്ച്വലി ഹാവിങ് എൻ അസോസിയേഷൻ വിത്ത് ASAP കേരള, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഗവൺമെൻറ് കമ്പനി ആൻഡ് ദേ ആർ ആക്ച്വലി ട്രൈയിങ് ടു ക്രിയേറ്റ് വാല്യൂ അഡീഷൻ ടു ദി സ്റ്റുഡൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് സ്കിൽ റിലേറ്റഡ് കോഴ്സസ്. അപ്പം ASAPിലൂടെയും കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ASAPിൻ്റെ ഒരു എസ്റ്റിമേറ്റ്സ് ഒക്കെ വെച്ചിട്ട് there are a lot of employers who recruit ASAP students as well. സോ ഇപ്പം നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ഓവർ ദി പാസ്റ്റ് 2 years അറൗണ്ട് മോർ ദാൻ 100 സ്റ്റുഡൻസോളം പ്ലേസ് ആയിട്ടുണ്ട് ഡിഫറെൻറ്റ് MNCസിലായിട്ട്. ആൻഡ് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളും കൂടുതലും പേഴ്സ്യൂ ചെയ്യുന്ന കുട്ടികളാണ്. സോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സ്യൂ ചെയ്യുമ്പോൾ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് കുട്ടികൾ പേഴ്സ്യൂ ചെയ്യുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ജോലി എടുത്ത് അതിൻ്റെ ഒപ്പമാണ് കോഴ്സ് പേഴ്സ്യൂ ചെയ്യുന്നത് കണ്ടുവന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മോർ ദാൻ 100 സ്റ്റുഡൻസ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് എംപ്ലോയേഴ്സ്. ബട്ട് ഇവരാരും അങ്ങനെ, ഇവരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഭൂരിഭാഗം കുട്ടികളും പേഴ്സ്യൂയിങ് ആയിട്ട് തന്നെയാണ് ഈ ജോലികളെല്ലാം കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഹൈലൈറ്റ്സ് ഓഫ് ദീസ് ക്വാളിഫിക്കേഷൻസ്. നമ്മൾ പേഴ്സ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവസരങ്ങളുണ്ട്. നമുക്ക് ആ അവസരങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കൂടി പറ്റുന്നുണ്ടാവും. ബട്ട് നോർമലി ആസ് എ പ്രൊഫഷണൽ ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, ആദ്യമേ നിങ്ങൾ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ട് പിന്നെ ജോലിക്ക് കയറാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നേടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതും അതേ ജോലി തന്നെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് വരും. അപ്പോൾ ബോട്ടിൽ നെക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ദി സ്റ്റുഡൻസ് ചോയ്സ് അൾട്ടിമേറ്റ്ലി. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷം ജോലി കയറാമെന്നുള്ളതാണ്. ബട്ട് ഇഫ് ദി സ്റ്റുഡൻറ്റ് ഇസ് ഡിസൈഡിങ് ടു വർക്ക്, ദെൻ ഇറ്റ്സ് ഓൾ ഫൈൻ. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിലവിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. സോ ബോട്ടിൽ നെക്സ് വളരെ കുറവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കിപ്പോൾ നിലവിലുണ്ട്. താങ്ക് യു സർ. അതിൻ്റെ കൂടെ ആസ് വി ആർ കമ്മിങ് ടു കൺക്ലൂഷൻ ഓഫ് ദിസ് വണ്ടർഫുൾ ഡിസ്കഷൻ, എനിക്ക് ചോദിക്കാനുള്ള ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു US CPA അല്ലെ EA കാൻഡിഡേറ്റിന് സാറിന് കൊടുക്കാൻ പറ്റിയ ഒരു 1 sentence അഡ്വൈസ് എന്തായിരിക്കും? Be well informed, be confident, be willing to take calculated risks and just step out. സോ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ് അറ്റ് ദി മൊമെൻറ്റ് ഐ വുഡ് സേ. കാരണം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ, ഞാനൊരു ഇൻഡസ്ട്രിയൽ ഒബ്സർവൻ്റ് എന്ന് പറയുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ, ഐ വിൽ നോട്ട് സേ ദാറ്റ് ഐ എം എൻ എക്സ്പെർട്ട്, ബട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻഡസ്ട്രീസിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഇൻഡസ്ട്രിയൽ സർക്കംസ്റ്റാൻസസ് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി കൊമേഴ്ഷ്യൽ സെക്ടർ ഇസ് ഇൻ ന്യൂമറിക്കൽ. ഐ വുഡ് സേ നമുക്ക് ഒട്ടും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും അവസരങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദി ഓൺലി തിങ് ഇസ് വി നീഡ് ടു ഫൈൻഡ് അവർ സ്പോട്ട്. നമ്മുടെ സ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആൻഡ് നമ്മുടെ സ്പോട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആസ്ക് മീ, ജസ്റ്റ് ഹാവ് എൻ ഇൻട്രോസ്പെക്ഷൻ, ലുക്ക് ഇൻ ടു യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മേക്സ് യു ഹാപ്പി. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമുക്കതിൽ നിന്ന് മനസ്സമാധാനം കിട്ടണം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എത്ര റെമ്യൂണറേഷൻ കിട്ടുന്നു എന്നുള്ളതല്ല, നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതെന്ന് കിട്ടുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു ഫൈൻഡ് യുവർ സ്പോട്ട്, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ യു ഡൂയിങ്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ സ്റ്റാർട്ട് ബിൽഡിങ് എ കരിയർ ഔട്ട് ഓഫ് ദാറ്റ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ് ദാറ്റ് ഐ വാസ് ഹാപ്പി ഡൂയിങ് ഇറ്റ്. I was able to interact with a lot of students, budding professionals,
ഈ കുട്ടികളോട് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് പല രീതിയിൽ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് അവിടെ കിട്ടുന്നത് അത്രയും പുതിയ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ഈവൻ ദോ ഞാൻ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ പോലും 30 കുട്ടികളുള്ള ഒരു ബാച്ചിൽ നിന്ന് 30 പുതിയ ഐഡിയാസ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അവരെല്ലാവരും തന്നെ അവരുടെ സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ 1-on-1 കോൺവെർസേഷൻസിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ആക്ച്വലി ഞാനും ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ രീതിയിൽ പഠിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്നാണെങ്കിലും. സോ ഇറ്റ് ഇസ് ആക്ച്വലി എ 2-way പ്രോസസ്സ്. രണ്ടുപേരും പരസ്പരം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് just focus on yourself, just do some introspection, try to find out things that make you happy, gives you satisfaction, makes your life peaceful. ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബിക്കോസ് ദി ഓൺലി ആസ്പെക്ട് ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് എ കരിയർ ഫ്രം എ ജോബ് ഈസ് ദി സാറ്റിസ്ഫാക്ഷൻ യു ഡിറൈവ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ജോബ് എന്ന് പറയുന്നത് നമ്മൾ പണത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. സോ പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് മാറ്റുക ആൻഡ് ഫോക്കസ് മോർ ഓൺ ദി അതർ non-financial factors, and then most probably you'll be making a right decision. കാരണം ഓവർ ദി ലോങ് റൺ പണം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറായിട്ട് വരാറില്ല. മിക്ക സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളത് 10-12-15 വർഷങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. വൺസ് ദാറ്റ് സാച്ചുറേഷൻ പോയിന്റ് ഇസ് റീച്ച്ഡ് ദെൻ മണി കനോട്ട് സാറ്റിസ്ഫൈ യു. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷത്തിനും മനസ്സമാധാനത്തിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ലൈഫിൽ എപ്പോഴും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അൺസർട്ടൺ ആണ് ലൈഫ് ഒബ്വിയസ്ലി, ബട്ട് നമ്മൾ എത്രത്തോളം ഇൻറ്റൻഷനലായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതം നമ്മുടെ കൺട്രോളിൽ തന്നെ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണെങ്കിലും എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ അഡ്വൈസ്. കാൽക്കുലേറ്റഡ് റിസ്ക് ആണെങ്കിലും നമ്മുടെ പാഷൻ എടുക്കുന്നതാണെങ്കിലും ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ വി ഹാവ് കം ടു ദ കംപ്ലീഷൻ ഓഫ് ആ സെഷൻ. വണ്ടർഫുൾ ഡിസ്കഷൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ കൂടെ എല്ലാ ആൻസേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. ഓൾസോ താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ്. താങ്ക് യു.